ഓക്കെ, നമ്മൾ ഇന്ന് ഒരു പുതിയ അധ്യായമാണ് തുടങ്ങുന്നത്. തൊടുവരകൾ. നമ്മുടെ 7ാമത്തെ അധ്യായമാണ് തൊടുവരകൾ എന്നാണ്. നമ്മളെ മുമ്പ് വൃത്തങ്ങൾ എന്നൊരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വൃത്തങ്ങൾ എന്ന പാഠത്തിന്റെ തുടർച്ചയായാണ് തൊടുവരകളെ നിങ്ങൾ കാണേണ്ടത്. അത് ഒരേ ആശയമാണ്. ഇത് തുടർച്ചയായുള്ള ഒരു പാഠഭാഗമായിട്ട് നിങ്ങൾ ഈ പാഠത്തെ കാണണം. തൊടുവരകളാണ് നമ്മുടെ പാഠം. ഓക്കെ, നമ്മള് വൃത്തങ്ങൾ പഠിച്ച ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുക, ഞാനൊരു വൃത്തം വരച്ചിരിക്കുന്നു. ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഒരു വൃത്തം വരച്ചിരിക്കുന്നു. അതേപോലെ ഒരു വ്യാസമുണ്ട്. AE എന്നത് വൃത്തത്തിന്റെ വ്യാസമാണ് വരച്ചത്. AE വ്യാസം. ഇനി മറ്റൊരു ഞാൻ വരച്ചിരിക്കുന്നു. AB എന്നൊരു ഞാൻ വരച്ചിട്ടുണ്ട്. ശരിയല്ലേ? AB എന്നൊരു ഞാൻ വരച്ചിട്ടുണ്ട്. ആ AB എന്ന ഞാൻ കുറച്ച് നീട്ടി വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. രണ്ടു ഭാഗം നീട്ടി വരച്ചിരിക്കുന്നു. അതായത് ആ AB എന്ന വര വൃത്തത്തെ രണ്ടു ഭാഗങ്ങളിൽ കൂട്ടിമുട്ടുന്നു. അല്ലെ? ഇതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ AB എന്ന വര വ്യാസവുമായി ഒരു കോൺ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. വ്യാസവുമായി ഒരു കോൺ ഉണ്ടാക്കുന്നു. ഇനി ആ B എന്ന ബിന്ദുവിന്റെ സ്ഥാനം മാറ്റുകയാണെങ്കിൽ ആ കോണളവ് മാറുന്നതായി നിങ്ങൾക്ക് കാണാം. ഞാൻ ബിയുടെ സ്ഥാനം മാറുന്നത് ശ്രദ്ധിക്കൂ. ബിയുടെ സ്ഥാനം മാറുന്ന സമയത്ത് അതിന്റെ കോണളവ് എന്തായി മാറുന്നു? വർദ്ധിക്കുന്നതായി കാണാം. അല്ലെ? കോണളവ് വർദ്ധിക്കുന്നതായി കാണാം. അത് മാത്രമല്ല, ബിയുടെ സ്ഥാനം മാറി മാറി ബി എന്തിലേക്ക് അടുക്കുന്നു? അതായത് ആ ഞാനിന്റെ നീളം കുറയുന്നു. ഞാനിന്റെ നീളം കുറയുന്നു എന്ന് പറയുമ്പോൾ എയും ബിയും തമ്മിലുള്ള അകലം കുറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബി അവസാനം എവിടെ എത്തുന്നതാണ്? എത്തി എയിലേക്ക് എത്തുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ ബി എയിലേക്ക് എത്തുന്ന സമയത്ത് എന്തായി മാറി? ആ വരയുടെ ഇപ്പൊ ആ വര എന്തായി മാറി? ആ വര എന്നത് വ്യാസത്തിന് ലംബമായ ഒരു വരയായി. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ വരച്ച നേരത്തെ വരക്കുമ്പോ കോണളവ് ഇങ്ങനെ മാറി 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 മാറി. ഞാനത് ഒന്നുകൂടി കാണിക്കാം നിങ്ങൾക്ക്. നേരത്തെ നമ്മൾ വരച്ച വരയുമായി ഇങ്ങനെയായിരുന്നു ആദ്യം ചിത്രം ഉണ്ടായത്. ബി ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ കോൺ BA അളവ് നിങ്ങളുടെ മനസ്സിൽ വരാം. കോൺ BA ഞാൻ ഈ ബി എന്ന ബിന്ദു ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒന്ന്, കോൺ BA അളവ് ഇങ്ങനെ കൂടി 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 വരുന്നതായി കാണുന്നു. രണ്ട്, AB എന്ന ഞാനിന്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണുന്നു. കുറഞ്ഞു വരുന്നതായി കാണുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെ കുറഞ്ഞു വരുന്നതായി കാണുന്നു. അപ്പോഴും സംഭവിക്കുന്നു, അവിടെ ബി അവസാനം ബി എന്തിലേക്ക് എത്തുന്നു? എയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ വര എന്നത് എന്തായി മാറി? കുത്തനെയുള്ള ഒരു വരയായി മാറി. കുത്തനെയുള്ള വരയായി മാറി. അപ്പൊ ഈ വരയാണ് വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നത്. നമ്മൾ തൊടുവര എന്ന ആശയം, അതായത് വൃത്തത്തെ തൊടുന്നു എന്ന ആശയം. തൊടുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നതാണ്. ഇപ്പോൾ വരക്കും വൃത്തത്തിനും കൂടി ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ. എയും ബിയും ഒറ്റ ബിന്ദുവായി മാറി. അല്ലെ? എയും ബിയും എന്നത് ഒറ്റ ബിന്ദുവായി മാറി. അപ്പൊ ഇങ്ങനെ വൃത്തത്തിനും വരക്കും കൂടി പൊതുവായി ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വരയെ വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നു. വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നു. അതായത് വൃത്തത്തിനും ബിന്ദുവിനും കൂടി ഒരു വര മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ആ വരയെ എന്തു പറയാം? വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പോ ഇപ്പോൾ AB എന്ന വര എന്താ? AB എന്ന വര എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ബിന്ദുക്കളുണ്ട്. അല്ലെ? അത് വൃത്തത്തിന്റെ ഛേദവരയായിട്ട് നമുക്ക് പറയാം. വൃത്തത്തിന്റെ ഛേദവരയായിട്ട് പറയാം. ഞാൻ ചിത്രങ്ങൾ മുഴുവൻ വരച്ചു നോക്കാം. ആ മുഴുവൻ ചിത്രങ്ങൾ ഞാൻ വരച്ചു. എല്ലാ വരകളും വരയ്ക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വരകൾ ഞാൻ വരച്ചു. ഇപ്പൊ ഈ വരക്കുന്ന വരകളൊക്കെ വൃത്തത്തിൽ എന്തുണ്ട്? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നുണ്ട്. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷെ ഒരു വര മാത്രം വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ മാത്രം കൂട്ടിമുട്ടുന്നു. മനസ്സിലായല്ലോ? വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ മാത്രം കൂട്ടിമുട്ടുന്നു. ആ വരയെ മാത്രം ഞാൻ പ്രത്യേകം വരയ്ക്കാം. അത് ഈ വര എന്നത് എന്തായി മാറി? ഒറ്റ ബിന്ദുവിൽ മാത്രമേ കൂട്ടിമുട്ടുന്നുള്ളൂ. അപ്പൊ ഇത് വൃത്തത്തിന്റെ തൊടുവരയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ തൊടുവര എന്നൊരു ആശയം പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലാവേണ്ടത്? തൊടുവര എന്നത് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം.
തൊടുവര എന്നത് എന്താണ്? വ്യാസത്തിന് വരക്കുന്ന ലംബ വരയാണ് തൊടുവര. വ്യാസത്തിന്റെ അഗ്രബിന്ദുവിലൂടെ വരക്കുന്ന ലംബ വരയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൊടുവര എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. വ്യാസത്തിന്റെ അഗ്രബിന്ദുവിലൂടെ വരക്കുന്ന വരയെ തൊടുവര എന്ന് പറയാം. നമുക്കിതിങ്ങനെ വരക്കാം, ഒരു ചിത്രം വരക്കാം. ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. എ ബി എന്നത് വ്യാസമാണ്. ഇവിടെ ഈ വ്യാസത്തിന്റെ എ ബി എന്നത് വ്യാസമാണ്. വ്യാസത്തിന്റെ അഗ്രബിന്ദുവിലൂടെ ഒരു വര വരച്ചിട്ടുണ്ട്. നേരത്തെ വരച്ച തൊടുവര. ഈ വരയാണ് വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നത്. നമുക്കത് ഈ ഒരു ആശയത്തിലേക്ക് വെക്കാം. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര എന്ന് പറയുന്നത് ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമായിരിക്കും, അല്ലെങ്കിൽ ആരത്തിന് ലംബമായിരിക്കും എന്ന് പറയാം. വ്യാസത്തിന് അല്ലെങ്കിൽ ആരത്തിന് ലംബമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കോൺ എയുടെ അളവ് സമം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ തൊടുവര ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ തൊടുവര വരക്കാം. എങ്ങനെ തൊടുവര വരക്കാം? അപ്പോ വ്യാസത്തിന് അല്ലെങ്കിൽ ആരത്തിന് ലംബമായി വര വരച്ചാൽ മതി. വ്യാസത്തിനോ ആരത്തിനോ ആ അഗ്രബിന്ദുവിലൂടെ ലംബമായി വരയ്ക്കുന്ന ഏതൊരു വരയെയും നമുക്ക് എന്തു പറയാം? തൊടുവര എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചോദ്യം എഴുതുക. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. വൃത്തത്തിൽ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. പിയിലൂടെ വൃത്തത്തിന് തൊടുവര വരക്കുക എന്നാണ് ചോദ്യം. പിയിലൂടെ വൃത്തത്തിന് തൊടുവര വരക്കുക. അപ്പോ പിയിലൂടെ എങ്ങനെയാണ് വൃത്തത്തിന് തൊടുവര വരക്കുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരക്കണം. കോമ്പസ് എടുക്കുക. കോമ്പസിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കൃത്യമായി 3 സെന്റിമീറ്റർ ആരമാക്കി മാറ്റുക. എന്നിട്ട് വൃത്തം വരയ്ക്കുക. അല്ലെ, വൃത്തം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. ആ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചു. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തമാണ് വരച്ചത്. അതിനുശേഷം വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തി. വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തി. അല്ലെ, വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തി ഒരു ആരമാണ് വരച്ചത്. ഒരു ആരം വരച്ചു. ആരം നീട്ടി വരക്കുക. അടുത്ത സ്റ്റെപ്പിൽ ആരം നീട്ടി വരക്കുക. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആരത്തിന്റെ അഗ്രബിന്ദുവിലൂടെ എന്ത് വരക്കണം? പിന്നെ തൊടുവര വരക്കണം, ലംബവര വരക്കണം. അപ്പൊ നിങ്ങൾ ആരത്തിന് പേര് കൊടുക്കണം. അയാളുടെ പേര് നൽകിയില്ല. പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ആരത്തിന്റെ അഗ്രബിന്ദുവാണ് പി അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ ആരം നീട്ടി വരച്ചു. നീട്ടി വരച്ച ശേഷം ഒരു നമ്മൾ ചാപം വരക്കുന്നു. ആ പിയിൽ കുത്തി ഒരു ചാപം വരയ്ക്കുക. 2 ഭാഗത്തും തുല്യ അളവിലുള്ള ഒരു ചാപം വരയ്ക്കുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ 2 ചാപങ്ങൾക്കിടയിലുള്ള ഒരു വര കണ്ടോ? ചാപങ്ങൾക്കിടയിലുള്ള ഒരു വര. ആ വരയുടെ മധ്യബിന്ദുവാണ് നമ്മൾ പറഞ്ഞ പി. അവിടെയാണ് പി അടയാളപ്പെടുത്തേണ്ടത്. പി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ആ വരയുടെ മധ്യലംബമാണ് വരയ്ക്കുന്നത്. ലംബ സമവാചി വരയ്ക്കുന്നു. ലംബ സമവാചി വരയ്ക്കുക. ആ ചാപങ്ങൾ 2 ഭാഗത്തു നിന്നും ചാപങ്ങൾ വരയ്ക്കുക. അപ്പോ ഒരു ബിന്ദു കിട്ടി. അതേ അളവിൽ തന്നെ മുകളിൽ വെച്ച നേരത്തെ അതേ അളവ് തന്നെയായിരിക്കണം ഇപ്പോഴും എടുക്കേണ്ടത്. അളവ് മാറാതെ നമ്മൾ വീണ്ടും ചാപങ്ങൾ വരയ്ക്കുന്നു. ആ ചാപങ്ങൾ 2 ഭാഗത്തും ഒരേ അളവ് തന്നെയാണ്. അപ്പൊ ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക എന്നാണ്. ഈ വര അടയാളപ്പെടുത്തിയ വരയെയാണ് നമ്മൾ എന്ത് പറയുക? തൊടുവര എന്ന് പറയുക. ഈ വര വൃത്തത്തിന്റെ തൊടുവരയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഏത് ആശയമാണ് നമ്മൾ ഉപയോഗിച്ച് തൊടുവര വരക്കാൻ വേണ്ടി? തൊടുവര വരക്കാൻ വേണ്ടി ഉപയോഗിച്ച ആശയം എന്ന് പറയുന്നത് വ്യാസത്തിന് അല്ലെങ്കിൽ ആരത്തിന്റെ അഗ്രബിന്ദുവിലൂടെ വരക്കുന്ന ലംബ വരയാണ് തൊടുവര എന്ന ആശയമാണ്.